നമസ്കാരം, ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചടയമംഗലം യൂണിറ്റ് പൊതുസമ്മേളനവും കുടുംബസംഗമവും പ്രതിഭാസംഗമവും ചടയമംഗലം രാഗ് പാലസിൽ നടന്നു. KSCSL ചടയമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ G. രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ശ്രീ ഉഫൈസുദ്ദീൻ നിർവഹിച്ചു. കുടുംബസംഗമം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ ഉദ്ഘാടനം ചെയ്തു. KSCSL യൂണിറ്റ് രക്ഷാധികാരി ശ്രീ P. ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSCSL ചടയമംഗലം സെക്രട്ടറി ശ്രീ മണിലാൽ PS പൊതുയോഗത്തിൽ സ്വാഗതം പറഞ്ഞു. പ്രതിഭാ സംഗമം ഉദ്ഘാടനം കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ സദൻ നിർവഹിച്ചു. സംഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റിയും സംഘടനയുടെ നേട്ടങ്ങളെപ്പറ്റിയും KSCSL കൊട്ടാരക്കര താലൂക്ക് പ്രസിഡന്റ് ശ്രീ K. തുളസീധരൻ സംസാരിച്ചു. പാഠ്യോത്തര മേഖലകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം ചടയമംഗലം SHO ശ്രീ സുനീഷ് N നിർവഹിച്ചു. രാജ്യത്തിനു വേണ്ടി സേവനം നടത്തിയ ധീരജവാന്മാർ നാടിന്റെ സമസ്ത മേഖലകളിലും പോലീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റിയും KSCSLന്റെ മാതൃകാപരമായ പ്രവർത്തന രീതികളെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ലഹരി മാഫിയക്കെതിരെ പോരാടുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് AK ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. ചടങ്ങിൽ ചടയമംഗലം KSCSL യൂണിറ്റിലെ 80ലധികം കുടുംബങ്ങൾ പങ്കെടുത്തു. ശ്രീ വിജയൻ പിള്ള, ശ്രീമതി സുധർമ്മ സത്യൻ, ശ്രീമതി ഷീജ അനിൽ, ശ്രീ മധുസൂദനൻ നായർ, ശ്രീ മധുസൂദനൻ N, ശ്രീമതി ഷീല സുഗതൻ, ശ്രീമതി പത്മാദേവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശേഷം KSCL ചടയമംഗലം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ S. നന്ദനൻ പിള്ള നന്ദി പ്രസംഗം നടത്തി. ദേശീയ ഗാനത്തോടെ 1 മണിക്ക് പൊതുയോഗം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് നന്ദൂബി ഷൈജു, ഫീനിക്സ് മീഡിയ. ആൾറെഡി ഞാൻ നമ്മുടെ ജില്ലാ സെക്രട്ടറിയോട് യൂണിറ്റ് സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലുമൊക്കെ സംശയമാണെങ്കിൽ നോട്ട് ചെയ്ത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരേ സംശയമാണെങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യത്തിൽ നടത്താം. പല സംശയങ്ങളാണെങ്കിൽ നമുക്കത് ആവശ്യത്തിൽ തന്നെ കൈകാര്യം ചെയ്യാം. ഏതെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ പോയിന്റ്സ് ഏതെങ്കിലും? ഇല്ലെങ്കിൽ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. കാരണം ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചർച്ച വേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഏതെങ്കിലും ഒരു മെമ്പറിന്റെ മരണാനന്തരം ആർമിയിലെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ കിട്ടുന്നത്, അതെവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, നേവിയിലെ ഉള്ളവർക്ക് എവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, എയർഫോഴ്സ് ഉള്ളവർക്ക് എവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ആർമി കാന്റീനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ആർമിക്കാർക്ക് മാത്രമേ ഇവിടെ കൊടുക്കൂ പൈസ, എയർഫോഴ്സുകാർക്ക് ഇല്ല, അവർക്ക് വേറെ കിട്ടും. അപ്പൊ അതെങ്ങനെയാണ്, എന്താണ് സൈന്യ ബോർഡിന് അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റും? അദ്ദേഹത്തിന്റെ സംശയം ഇതാണ്, വിമുക്തപഠനം മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാന്തര ചടങ്ങിന് വേണ്ടി ലഭിക്കുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ചാണ് സംശയം. 2021 വരെ നമുക്കറിയുന്നത് പോലെ 10,000 രൂപ സൈന്യക്ഷേമ വകുപ്പിൽ നിന്നും 10,000 രൂപ ബന്ധപ്പെട്ട ക്യാൻറ്റീനിൽ നിന്നും, ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴേക്കും പാരന്റ്സ് ക്യാൻറ്റീനിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് ബെനവലന്റ് ഫണ്ടിൽ നിന്ന് കിട്ടാറുണ്ട്. നേവിയിൽ നിന്ന് റിട്ടയർഡ് ആവാണെന്നുണ്ടെങ്കിൽ നേവി ബെനവലന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 7,000 രൂപ ഡിവൈസ് ഗ്രാൻഡ് ആയിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2021 സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സൈന്യക്ഷേമ ഡയറക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രം 10,000 രൂപ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തത്. എന്ന് പറഞ്ഞാല് ക്യാൻറ്റീനിൽ നിന്ന് 10,000 രൂപ കിട്ടിയാൽ സൈന്യക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടുന്ന 10,000 രൂപ കൊടുക്കാൻ നിലവിൽ പ്രൊവിഷനില്ല. എന്നാൽ എയർഫോഴ്സ് ബെനവലന്റ് ഫണ്ടും നേവൽ ബെനവലന്റ് ഫണ്ടും അത് കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. ആർമിക്കാർക്ക് ക്യാൻറ്റീനിൽ നിന്നും ഇതുവരെയും നിർത്തലാക്കിയിട്ടില്ല. ആ ക്യാൻറ്റീനിൽ നിന്നും കിട്ടാത്തവർക്ക് അവിടെ നിന്നുള്ള നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ബാക്കി ഡിസ്ചാർജ് ബുക്ക് ഐഡന്റി കാർഡ് സൈന്യക്ഷേമ ഓഫീസ് മുഖാന്തരം ഡയറക്ടറേറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നുമുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്നത് നമ്മളെ പൈസയാണ് കൊടുക്കുന്നത്, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ പൈസയാണ് കൊടുക്കുന്നത്. അപ്പം ആ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് അത് Tava
കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചടയമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും പ്രതിഭാ സംഗമവുമാണ് ഇന്നിവിടെ നടന്നത്. ഇന്ന് രാവിലെ കൃത്യം 9:30 മണിക്ക് തന്നെ ഞങ്ങളുടെ ചടങ്ങ് ആരംഭിച്ച് 2 മണിയോടുകൂടി എല്ലാം ഫിനിഷായി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് എല്ലാ ഡിഗ്നേറ്റേഴ്സും എല്ലാവരും പോയി. നമ്മുടെ ചടയമംഗലത്തിന്റെ അഭിമാനമായി മാറിയ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇവിടെ പ്രവർത്തന മികവ് കാണിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വാർഷിക പൊതുയോഗവും മറ്റുമാണ് ഇന്ന് ഇവിടെ അരങ്ങേറിയത്. നമ്മളുടെ പ്രിയങ്കരനായ കൊല്ലം ജില്ലാ സൈനികക്ഷേമ വെൽഫെയർ ഓഫീസർ ശ്രീ ഉഫൈസുദ്ദീൻ സാറായിരുന്നു ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. അദ്ദേഹം കൃത്യസമയത്തിന് തന്നെ എത്തിച്ചേരുകയും നല്ല ഒരു പ്രഭാഷണം ഇന്ന് നമുക്ക് എല്ലാവർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം വേണ്ടുന്ന രീതിയിൽ നല്ലൊരു പ്രഭാഷണം നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മളുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ വന്ന് നമ്മുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ SHO അദ്ദേഹവും എക്സൈസ് സബ് ഇൻസ്പെക്ടറും വന്ന് നല്ല രീതിയിൽ അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റി പോയി. നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ അംഗങ്ങളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം മികവ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഭംഗിയായി നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി സഹായിച്ചു. ഈ ഒത്തൊരുമയും ഈ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തന മികവും വരും കാലങ്ങളിലെല്ലാം നമുക്ക് നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് തുണയാകും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇവിടെ റാക് പാലസ് ഹാളിൽ വെച്ച് നടന്ന ഈ ഒരു കമ്മിറ്റിയും സംഭവങ്ങളും എല്ലാം നല്ല മികവുറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി ചടയമംഗലത്തിലെ KCSL ചടയമംഗലം യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയുണ്ടായി. അതിന് എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു. പിന്നെ മാധ്യമ സുഹൃത്തുക്കളും മറ്റെല്ലാവരും വന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നൽകുകയുണ്ടായി. നല്ല ഭംഗിയായി ഇത് കാഴ്ചവെക്കാൻ എല്ലാ വിധത്തിലും സഹായിച്ച എല്ലാ അംഗങ്ങളോടും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ചടയമംഗലം KSS സെക്രട്ടറിയായ മണകാല് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഈ യൂണിറ്റിനകത്ത് ഇത്രയും നല്ലൊരു കൂട്ടായ്മയും ഒരു സംഗമവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനകത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നു. എല്ലാ അംഗങ്ങളുടെയും നിസ്സീമമായ സഹകരണവും സാന്നിധ്യവും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എല്ലാവരും സഹകരിക്കണം. അടുത്ത കൂട്ടായ്മ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലായിരിക്കണം. നമ്മുടെ കുട്ടികൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മാർക്കുകളും രാജ്യാന്തര തലങ്ങളിൽ അവാർഡുകളും കരസ്ഥമാക്കണമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും നമസ്കാരം. അവരുടെ ബുദ്ധിമുട്ടിലും വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ കുടുംബപര പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വന്ന് കൂട്ടായ്മ സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.